ഒരു 5-6 വർഷം മുന്നെയാണ്, ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കറങ്ങി നടന്ന ഒരുത്തൻ തിരുനെൽവേലി പോലീസിന്റെ പിടിയിലായി. ആസ്പദമായ സംഭവം 95-ൽ വീരവനല്ലൂർ ക്ഷേത്രത്തിലെ പുരാവസ്തു പ്രാധാന്യമുള്ള ദ്വാരപാലകരുടെ ശില്പം അടിച്ചുമാറ്റി കടത്തി ഓസ്ട്രേലിയൻ ആർട്ട് ഗാലറിക്ക് കോടിക്കോടിക്ക് വിറ്റ കേസാണ്. പെരുങ്കളന്റെ പേര് സഞ്ജീവി അശോകൻ. കുറ്റം പറയരുത്, പവൻമാറ്റ് മലയാളിയാണ്. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിലെ നൊട്ടോറിയസ് ഐക്കൺ സുഭാഷ് കപൂറിന്റെ വലങ്കൈ. ദ ഐഡൽ തീഫ്, ദ ട്രൂ സ്റ്റോറി ഓഫ് ദ ലൂട്ടിംഗ് ഓഫ് ഇന്ത്യാസ് ടെമ്പിൾസ് എന്ന പുസ്തകത്തിൽ ആ ഗ്രന്ഥകർത്താവ് പറയുന്നത് ഒന്നും രണ്ടൊന്നുമല്ല, ഈ കപൂർ സഞ്ജീവി മാഫിയ കോക്കസി ദൈവത്തിരുടന്മാർ ഉണ്ടാക്കിക്കൂട്ടിയത് രൂപ 10,000 കോടിയെന്നാണ്. പുറത്തുവരുന്ന വിവരങ്ങളിൽ ഹൈദരാബാദിൽ നടന്നൊരു മായാജാല ദുരൂഹത, സ്പോൺസർ എന്ന മട്ടിൽ കടന്നുകയറൽ, ജീവനക്കാരെ, രാഷ്ട്രീയക്കാരെ, ഉന്നതരെ നിയന്ത്രിക്കൽ, സ്വാധീനിക്കൽ, പക്ക റിപ്ലിക്കാണ്, ഈച്ചക്കോപ്പി. കേരളത്തിന് നെഞ്ചകത്തെ ക്ഷേത്രത്തിൽ നടത്തിയ കൊള്ള കേട്ടുകേഴ്വിയില്ലാത്ത നാലങ്കാരികമായി പറയുന്നതല്ല. അക്ഷരാർത്ഥത്തിൽ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ആരും കാണാത്ത വിശ്വാസി വഞ്ചനയാണ് ആ കേസിൽ. ഏറ്റവും ഒടുവിൽ SIT ചോദ്യമുനമ്പിൽ കേരളത്തിന്റെ ഒരു മുൻ ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി. അന്വേഷണത്തിന് പീക്ക് ടൈമിൽ നടക്കുന്ന വ്യവഹാരത്തെ വിളിക്കേണ്ടത് ചോദ്യം ചെയ്യൽ തന്നെയാണ്, അല്ലാതെ മയപ്പെടുത്തി മൊഴിയെടുക്കലെന്നല്ല. ആ ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്കാണോ എന്ന് SIT പറയട്ടെ. പക്ഷേ ജാമ്യം പിന്നെയും നിഷേധിക്കപ്പെട്ട അകത്ത് കിടക്കുന്ന പത്മകുമാറിനെ പുറത്താക്കിയാൽ വരുന്ന മാധ്യമ തലക്കെട്ടിൽ ആശങ്കപ്പെടുന്ന പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ പതറ്റയ്ക്കാണ്. വ്യക്തമായി കാണാം മറുപടിയില്ലായ്മ, വെണ്ണീറായി ദ്രവിക്കുന്ന ഒരു ധാർമ്മിക അടിത്തറ. ആ നവോത്ഥാന മുന്നേറ്റം എന്നൊക്കെ വ്യാജം പറഞ്ഞ് യുവതീ പ്രവേശം തിരിച്ചടിച്ച തിരിച്ചറിവിൽ വീട് കയറി സമസ്താപരാധം പറഞ്ഞ ഫോർമാറ്റ് ആവർത്തിക്കലാണ്. മാഷേ, ആവർത്തനം ആയുർവേദത്തിലാണ് നല്ലതല്ലാതെ രാഷ്ട്രീയത്തിലല്ല. ആ വീടുകളിൽ സാധാരണക്കാരൻ പാർട്ടിക്കാരടക്കം ചോദ്യമുയർത്തും. അങ്ങ് പാർട്ടിക്കോട്ടയിൽ PP ദിവ്യയ്ക്ക് കൊടുക്കാത്ത കാരുണ്യം ഈ കാട്ടുകൊള്ളയിൽ അകത്ത് കിടക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തിന് എന്തിനാ? ഒരു താൽക്കാലിക നടപടിക്കെങ്കിലും പേടി എന്തിനാ? പത്മമാനന്ദ സഖാവെ കൊമ്പുണ്ടോ? ആ ചോദ്യത്തിന് കുറ്റപത്രം, പാർട്ടി ബോധ്യം എന്നൊക്കെ പാർട്ടിക്കാരടക്കം ജനത്തിന്റെ ലോജിക്കിന് ഇനിയും കളിയാക്കലാണെങ്കിൽ തദ്ദേശത്തിൽ വീശിയടിച്ച കാറ്റ്, വിനാശ കൊടുങ്കാറ്റ് ഇനിയും ആഞ്ഞടിക്കും. കോട്ടകൾ മൂക്കടിച്ച് വീഴും. തീർന്നിട്ടില്ല ജനവിചാരണ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെ പറ്റി മന്ത്രിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ. അതെ, നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത 3 CPM നേതാക്കൾക്കെതിരായി CPM ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ സഹായിക്കുകയാണ് ഗവൺമെന്റ്, അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴും നടപടിയെടുക്കാൻ തയ്യാറില്ല. പേടിയാണ്. കൂടുതൽ നേതാക്കളുടെ പേര് ജയിലിൽ ആയേക്കണവർ, റിമാൻഡ് ചെയ്തവർ പറയും അവർക്കെതിരെ നടപടിയെടുത്താൽ. അവർക്കെതിരെ നടപടിയെടുക്കാൻ CPMന്റെ മുട്ടുവരയ്ക്കും നേതാക്കന്മാരുടെ. ഡോക്ടർ PK ഗോപൻ, ശ്രീ രാജു P. നായർ, ശ്രീ JR പത്മകുമാർ, ശ്രീ സുഭാഷ് ബാബു എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ PK ഗോപൻ. ശ്രീ PK ഗോപൻ, നോക്കൂ, ഏതെങ്കിലും രാഷ്ട്രീയ കേസിലല്ല, അങ്ങേയറ്റം നെറുകിട്ട ഒരു ക്ഷേത്രക്കുള്ള കേസിലാണ് CPM സംസ്ഥാന സമിതി അംഗം മുൻ ദേവസ്വം മന്ത്രി ചോദ്യം ചെയ്തത്. പത്മകുമാറിന്റെ വഴിയിൽ തന്നെയാണ് കടകംപള്ളിയുമെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം ഭീകരമാകും? ശ്രീ PK ഗോപൻ. അല്ല, അതിൽ അസ്വാഭാവികമായ ഒരു കാര്യമുള്ളതായിട്ട് നമ്മളാരും കാണുന്നില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലായി, അല്ലെങ്കിൽ പ്രസിഡന്റുമാർ അറസ്റ്റിലായി. ദേവസ്വം ബോർഡ് അംഗം ഇന്നലെ സറണ്ടർ ചെയ്തു. സ്വാഭാവികമായിട്ടും ദേവസ്വം മന്ത്രിക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? മൊഴിയെടുക്കലാണ് പ്രധാനമായിട്ട് നടന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 1-2 മണിക്കൂർ നേരം അദ്ദേഹത്തിൽ SITയോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള മൊഴിയെടുപ്പാണ് പ്രധാനമായിട്ട് നടന്നത്. അതിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ദേവസ്വം മന്ത്രി അന്നത്തെ ഈ സംഭവം പ്രധാനമായി നടക്കുന്നു എന്ന് കരുതുന്ന സന്ദർഭത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ SITയോട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ നേരത്തെ ഇവർ ചോദ്യം ചെയ്ത പലരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് അത് അന്നത്തെ ദേവസ്വത്തിൻ്റെ മന്ത്രിയോട് അത്തരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് SIT കടന്നു പോയിട്ടുള്ളത്. അതിന് അങ്ങ് ഈ നടത്തിയ വലിയ പ്രകടനങ്ങൾക്കൊന്നും വലിയ കാര്യമില്ല. കാരണം പത്മകുമാറിനെ സംബന്ധിച്ചും മറ്റാളുകളെ സംബന്ധിച്ചും ഞങ്ങളുടെ നിലപാട് തുടക്കത്തിൽ തന്നെ പല തവണ പാർട്ടി നേതൃത്വം വ്യക്തമാക്കി. എന്താണ് അവരുടെ പേരിലുള്ള കുറ്റമെന്ന് വ്യക്തമാകാതെ അത് മനസ്സിലാക്കിയിട്ട് വേണം അവരുടെ പേരിൽ നടപടിയെടുക്കാൻ. നിങ്ങൾ 60 രൂപ ഒരു ക്യാമ്പിൽ ഓട്ടോറിക്ഷ കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട പാർട്ടി പ്രവർത്തകനെ ഇതിനകത്തുനിന്ന് നിങ്ങളെല്ലാവരും കൂടെ വലിയ സമ്മർദ്ദമായിരുന്നു അത് കേരളത്തിൽ. അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നു. പിന്നീട് അത് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് തിരിച്ച് എടുക്കേണ്ടി വന്നു. ഇവിടെ അതുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യല്ല. പക്ഷേ എന്താണ് ഇവരുടെ ചാർജ്? ഇവരാരും ഒരു തെറ്റും ചെയ്യാത്ത ശുദ്ധാത്മാക്കളാണെന്നുള്ള വാദമൊന്നും ഞങ്ങൾ ഉയർത്തിയിട്ടില്ല. മഹാ അപരാധം ചെയ്തു എന്നുള്ള വാദവും ഞങ്ങളിപ്പോൾ ഉയർത്തുന്നില്ല.
ഇത് രണ്ടിനും ഇടയിലാണ് കാര്യങ്ങൾ. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് എത്രത്തോളം ആഴമാണ് അതുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ പേരിൽ ഒരു പാർട്ടി നടപടി സ്വീകരിക്കുക. FIR ഇട്ടതിൻ്റെ പേരിൽ പാർട്ടി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും അതിലൊതുങ്ങി നിൽക്കുമോ? ഇപ്പോൾ പത്മകുമാറിൻ്റെ പേര് നടപടിത്തെ പറയും, പത്മകുമാറിന് മുകളിലുള്ളവരുടെ രക്ഷിക്കാൻ വേണ്ടി നടപടി എടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു, ബാക്കിയുള്ളവരുടെ പേരിൽ എന്താ എടുക്കാത്തത്? അങ്ങനെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചോദിക്കുന്നതിനനുസരിച്ചല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങളിതിനകത്ത് യാതൊരു തരത്തിലും അവിടെ മാൽ പ്രാക്ടീസ് നടക്കാൻ പാടില്ല, നടത്തിയിട്ടുള്ളവരെ സംബന്ധിച്ച് രക്ഷിക്കാനും പാടില്ല. വിജയകുമാർ എന്ന് പറഞ്ഞ ഏറ്റവും ഒടുവിൽ കീഴടങ്ങിയ ആ ദേവസ്വം ബോർഡ് അംഗം പറഞ്ഞ മൊഴി അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം പറയുന്നത് എല്ലാം പത്മകുമാർ പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്തു, സഖാവ് പറഞ്ഞു ഞാൻ ഒപ്പിട്ടു, സഖാവ് മീറ്റിംഗ് വിളിക്കും, ഏകപക്ഷീയമായ കാര്യങ്ങൾ ചെയ്യും, മാനുവൽ തിരുത്തും, അല്ലെങ്കിൽ സഖാവ് ഈ പറഞ്ഞ പോറ്റിക്ക് കൊടുക്കാൻ പറയും, ഞങ്ങളതൊക്കെ മിണ്ടാതെ എല്ലാ വിശ്വാസവും ഒപ്പിട്ട് കൊടുത്തു, എല്ലാം കുറ്റം ഈ സഖാവിൻ്റെതാണ് എന്ന് വിജയകുമാർ പറയുന്നതും നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ലേ? നിങ്ങൾക്ക് ഈ കുറ്റപത്രം സമർപ്പിച്ച് അത് കോടതിയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി മേൽക്കോടതിയിൽ പോയി സുപ്രീം കോടതി വരെ പോയാൽ മാത്രമേ അത് ബോധ്യമാവൽ എന്നതിനർത്ഥം വരുള്ളൂ. അത് ഒരുതരം കുയുക്തിയും വിദണ്ഡവാദവും അല്ലേ? സ്പീക്കർ, നിങ്ങൾ വീട് കയറാൻ പോവാണ്, വീട് കയറാൻ പോകുമ്പം അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ചോദിക്കില്ലേ PP ദിവ്യയ്ക്ക് കൊടുക്കാത്ത കാരണം എന്തുകൊണ്ടാണ് ഈ പത്മകുമാറിന് കൊടുക്കുന്നത് ചോദിക്കില്ലേ? എന്ത് മറുപടി പറയും? അല്ല, ചോദ്യത്തിനൊക്കെ അല്ല ഞങ്ങളുടെ ഈ മറുപടി ഉണ്ട്. ഇത് ആവർത്തനമൊന്നും അല്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം, നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ശ്രീ ഹാഷ്മി. അല്ലാതെ ഇത് പറയുന്നത് പോലെ ഇത് ആവർത്തനമല്ല. നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എപ്പോഴും ജനങ്ങളോട് ചോദ്യത്തിന് മറുപടി പറയുകയും ജനങ്ങളോട് അങ്ങോട്ട് പറയാനുള്ളത് പറയുകയും ചെയ്യുക എന്നുള്ളത് നിരന്തരമായ ഒരു നൈരന്തര്യമാണത്. ഒരു നിരന്തര പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെപ്പറ്റീഷനല്ല. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞത് ഒരു ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ഒരു ബോഡിയാണ്. മറ്റു പല ബോർഡുകളെ പോലെ വലിയ ബോഡിയല്ല, വളരെ ചുരുങ്ങിയ ബോർഡാണ്. അവർക്ക് ഏതാണ്ട് അവകാശങ്ങളും ഏകദേശം തുല്യമാണ്, അവരുടെ മറ്റ് സൗകര്യങ്ങളും ഏകദേശം തുല്യമാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞെടുത്ത് ഒപ്പിട്ടെന്നൊരു സാധാരണഗതിയിൽ ഒരാൾക്ക് പറയാൻ കഴിയില്ല. അത് ആര് പറഞ്ഞാലും, അത് CPM-ൻ്റെ ആയാലും CPI-യുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും BJP ആരായാലും അങ്ങനെയല്ലല്ലോ. നമ്മളെല്ലാവരും ഓരോ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളവരും ഏറ്റെടുക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ ആരെങ്കിലും പറയുന്നതിൻ്റെ അടിക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന ജോലി ഹാഷിം ചെയ്യാറുണ്ടോ? ഞാൻ ചൂണ്ടിക്കാട്ടിയത് പത്മകുമാറിന്റെ മേൽ പഴിവെക്കാനാണെങ്കിൽ കൂടിയും വിജയകുമാർ കൊടുത്ത മൊഴിയെപ്പറ്റി ഞാൻ പറയുകയാണ്. പോട്ടെ, ഇനി അതും ബോധ്യമില്ലെങ്കിൽ കോടതിയിലേക്ക് എത്ര ആവർത്തി വന്നു പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ? ഇന്നും വന്നു ജാമ്യാപേക്ഷ. അത് പിന്നെ പരിഗണിക്കാതെ മാറ്റിവെച്ചേക്കുക. എന്താ കാരണം? ഇതിന്റെ ഭീകരാവസ്ഥ, ഇതിന്റെ മാരകാവസ്ഥ, ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും ഒടുവിൽ ആ ബെഞ്ചിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉത്തരവിൽ എടുത്തു പറയുന്നത് ഈ ബെയിലീസ് റൂൾ, ജയിലീസ് എക്സെപ്ഷൻ എന്നതാണ് അടിസ്ഥാന പ്രമാണമെങ്കിലും ഈ കേസിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കണക്കിൽ ജാമ്യം കൊടുക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. കോടതിയുടെ ബോധ്യമാണ്, കോടതിക്ക് ആ ബോധ്യം ഉണ്ടായിട്ടും പാർട്ടിക്ക് ആ ബോധ്യം വരുന്നില്ല എന്ന് പോയി നമുക്ക് ചർച്ചയിൽ പറയാം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും പറയാം, ഓരോ വീട്ടിൽ കയറി പാർട്ടിക്കാരോട് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല കാശ്മീർ കാണേണ്ടത്, അങ്ങനെയല്ല കാണേണ്ടത്. ജാമ്യം കൊടുക്കാനൊന്നും ഉടനെ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാവുന്ന ജാമ്യത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ബാധ്യത കുറ്റാരോപിതർക്കുണ്ട്, പ്രതികൾക്കുണ്ട്. ജാമ്യം നിഷേധിക്കുക എന്നുള്ളത് കോടതിയുടെ അവകാശമാണ്. ഇത് രണ്ടും സംഭവിക്കും. മാത്രമല്ല, ജാമ്യം കൊടുക്കുന്നതിന് പ്രോസിക്യൂഷൻ അനുകൂലമല്ലല്ലോ, അല്ലെങ്കിൽ SIT അനുകൂലമല്ലല്ലോ. SIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടീമല്ലേ. അവർ പറയുന്നില്ലല്ലോ ജാമ്യം കൊടുക്കാൻ. അവർ ജാമ്യം കൊടുക്കാൻ പറഞ്ഞെങ്കിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ വാദമല്ല? SIT സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. SIT പറഞ്ഞില്ലല്ലോ ജാമ്യം കൊടുക്കാൻ. അപ്പൊ സർക്കാർ ആഗ്രഹിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ലല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഗ്രാവിറ്റി ആ കേസിനകത്തുണ്ടെന്ന് കോടതി മനസ്സിലാക്കട്ടെ. കോടതി മനസ്സിലാക്കിയിട്ടാണ് എന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ ജാമ്യം കൊടുക്കാം അല്ലെ കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു കേസിലെ പ്രതിക്ക് ഇന്നേ അവർ ജാമ്യം കൊടുത്തിട്ടില്ലേ? എത്ര കേസുകൾ ജാമ്യം കിട്ടിപ്പോകുന്നു? ബഹുഭൂരിപക്ഷം ജാമ്യം കൊടുത്തില്ല എന്ന കാരണത്താൽ ഒരാളെ പുറത്താക്കിയാലേ, ഹാഷ്മി, ജാമ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരാളെ പുറത്താക്കിയാൽ വിൻസെന്റ് MLA എൽദോസ് കുന്നപ്പള്ളിയും ജയിലിൽ കിടന്നില്ല, അവർ പുറത്താക്കിയ. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ഒരവകാശമില്ല നാട്ടിൽ. അതായത് പത്മകുമാറിന്റെ കേസ് ഗ്രാവിറ്റി കൂടിയതാണെങ്കിൽ പുറത്താക്കുക മാത്രമല്ല, എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതെല്ലാം CPM ചെയ്യും. പക്ഷെ അത് ബോധ്യപ്പെടണ്ടേ? ഇപ്പോൾ അത് FIR മാത്രമല്ലേ ഉള്ളൂ. അതല്ലേ പാർട്ടി സെക്രട്ടറി മുതൽ എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. എന്താണ് അദ്ദേഹത്തിന്റെ കുറ്റം? അദ്ദേഹം സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയോ? അദ്ദേഹം സ്വർണം മോഷ്ടിക്കുന്നവർക്ക് കൂട്ടു നിൽക്കുകയാണോ ചെയ്തത്? എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റെന്നുള്ളത് കൃത്യമാവട്ടെ, അന്വേഷണം നടക്കട്ടെ. നമുക്ക് എല്ലാ ദിവസവും ചർച്ച ചെയ്യാനൊരു സബ്ജക്റ്റ് വേണോ എന്നുള്ളത് കൊണ്ട് അതിന്റെ പുറകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന പോലാണോ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേസിന്റെ വഴിക്ക്, നിയമത്തിന്റെ വഴിക്കുക. അതിനകത്തൊരു രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം നിലപാടെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതില്ല.
എല്ലാ സഹായങ്ങളും ഹൈക്കോടതിക്ക് ചെയ്തു കൊടുക്കുക, എല്ലാ സഹായം SIT ചെയ്തു കൊടുക്കുക. അതിൽ ഇടപെടേണ്ടതില്ല. ഞങ്ങൾ ഇടപെട്ടില്ലല്ലോ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളെടുത്ത നിലപാടെന്താ? മാധ്യമങ്ങളും പ്രതിപക്ഷവും. അത് നിങ്ങളുടെ ഗുണമല്ല. SIT സ്പെഷ്യൽ ടീമാ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ എന്താ പറഞ്ഞത്? എന്തിന് കടകംപള്ളിയെ ചോദ്യം ചെയ്യാതിരുന്നപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് നിങ്ങൾ സ്വാധീനിക്കുന്നു. ഞങ്ങൾ സ്വാധീനമില്ല. ഞങ്ങൾ അതിനെ എതിർക്കാനും പോകുന്നില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തരത്തിൽ പ്രതികളെ സംരക്ഷിക്കാനും പോകുന്നില്ല. ഞങ്ങളുടെ നിലപാട് SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ട്രാൻസ്പെറൻസിയോടുകൂടി വളരെ സുതാര്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. അവർക്ക് എല്ലാ സഹായവും സർക്കാർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റ് സ്റ്റേറ്റുകളിൽ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഇത് പ്രതീക്ഷിക്കേണ്ട. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഇത് പ്രതീക്ഷിക്കേണ്ട. അവർ ഭരണത്തെ ഇതിന് ഉപയോഗപ്പെടുത്തും. ഞങ്ങളുടെ നിലപാട് ശബരിമലയിൽ മാത്രമല്ല, ആരാധനാലയത്തിൽ മാത്രമല്ല, 9.5 വർഷമായിട്ട് ഈ സ്റ്റേറ്റിൽ ഒരു മന്ത്രി അഴിമതിപ്പെട്ടിട്ടില്ല. ഒരു തരത്തിലും ഇവിടെ അഴിമതി നടക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ട്രാൻസ്ഫറിനും പ്രൊമോഷനും പൈസ മേടിക്കാൻ സമ്മതിക്കത്തില്ല. അത് ഓൺലൈനായിട്ട് മാക്കി അതിലെല്ലാം മാനദണ്ഡം കൊണ്ടുവന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. പരമാവധി ജനങ്ങൾ സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ കൈക്കൂലി വാങ്ങിക്കാതിരിക്കാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. മൂന്നാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദ്യം ചെയ്തു. ഏത് കേസിലാണ്? മാരകമായ, നാടിതുവരെ കേൾക്കാത്ത, രാജ്യം ഞെട്ടുന്ന ഒരുതരം വല്ലാത്ത എന്താണ് സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു ക്ഷേത്രക്കുള്ള കേസിൽ. ഞാൻ എത്താം ശ്രീ പി.കെ. ഗോപൻ. രാജീവ്, പിന്നെ ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് ദേവസ്വം കാര്യങ്ങൾ ഇടപെടാൻ പരിമിതിയുണ്ട് എന്ന് പറയലാണ്, അതിന് കഴിയില്ല എന്ന് തന്നെ പറയലാണ്. മാത്രമല്ല, ഈ പറയുന്ന ക്ഷേത്രക്കുള്ള നടന്ന കാലത്തെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചറിയൽ അതൊരു സ്വാഭാവിക നടപടി എന്നാണ് കടകംപള്ളിയുടെ വിശദീകരണം. അത് മൊഴിയെടുക്കലാണോ ചോദ്യം ചെയ്യലാണോ അത് ചോദിച്ചാൽ മൊഴിയെടുക്കലൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവുക കേസിൻ്റെ ആദ്യഘട്ടത്തിലാണ്. മൊഴിയെടുക്കുന്നത് സാക്ഷിയാക്കാനാണ്. കേസിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പീക്ക് ടൈമിലേക്ക് എത്തുമ്പോൾ എന്താണ് കാര്യങ്ങൾ ചോദിക്കുന്നതിനെ മൊഴിയെടുക്കൽ എന്നാണോ ചോദ്യം ചെയ്യലാണോ എന്ന് വിളിക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും കടകംപള്ളി പറയുന്നത് യുക്തിഭദ്രമല്ലേ? കടകംപള്ളി പറയുന്നത് ശ്രീ പി.കെ. ഗോപന് യുക്തിഭദ്രമായിരിക്കാം, ജനങ്ങൾക്ക് യുക്തിഭദ്രമല്ല. അതിനകത്ത് ഏറ്റവും ആദ്യം സംശയം ഉണർത്തുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഇത് ചോദ്യം ചെയ്ത് നടന്നിട്ട് അദ്ദേഹം മൊഴി എന്ന് പറയുന്നതാണല്ലോ ശരി, മൊഴിയാണ് ഞാൻ കൊടുത്തത് എന്നാണല്ലോ. സാധാരണ ഇത്രമാത്രം വലിയ ജനങ്ങൾ താല്പര്യത്തോടെ വീക്ഷിക്കുന്ന മാധ്യമ ശ്രദ്ധയെല്ലാമുള്ള ഒരു എക്സെപ്ഷണൽ കേസാണല്ലോ. അദ്ദേഹത്തിനെ കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്തിട്ട് ഇതുവരെ പുറത്തേക്ക് പറഞ്ഞില്ല എന്നുള്ളതിന് അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്തുള്ള മൊഴിയാണ് കൊടുത്തെങ്കിൽ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തപ്പോൾ പറഞ്ഞല്ലോ ഞാൻ മൊഴി കൊടുക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചത് തന്നെ വലിയ രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നടന്ന നാടകമാണെന്നുള്ള വളരെ വ്യക്തമായിട്ട് മാറുകയാണ്. പിന്നെ ശ്രീ പി.കെ. ഗോപൻ ചോദിക്കുകയാണ്, മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ നടക്കുമോ? മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ജയിലിൽ കിടക്കുന്നുണ്ടോ? മറ്റെവിടെയും കിടപ്പുണ്ടോ? കേരളത്തിൽ മാത്രം സംഭവിച്ചതല്ലേ ഇത്? കേരളത്തിൽ മാത്രം സംഭവിച്ച ക്ഷേത്രക്കൊള്ളയിലെ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും CPMൻ്റെയും പങ്ക് സമാനതകളില്ലാത്തതാണ്. ഇപ്പോഴും ജയിലിൽ കിടക്കുമ്പോൾ പോലും ഇവർക്ക് അദ്ദേഹം തന്നെ പറയുകയാണ്, അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ തെറ്റ് എത്രമാത്രം ചെയ്തു എന്നുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം എന്താ? ഒരാൾ സംശയത്തിൻ്റെ നിഴലിലായി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും സംഭവത്തിൻ്റെ കേസാണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വെക്കാം. പക്ഷെ നാട്ടിൽ മുഴുവൻ ഇത്രമാത്രം വലിയ അങ്ങ് തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സമാനതകളില്ലാത്ത ഒരു സംഭവത്തിൽ ഒരാൾ ജയിലിലായി റിപ്പീറ്റഡ് ആയിട്ട് അയാൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള സാഹചര്യം വന്നാൽ ഇദ്ദേഹം തന്നെ പറയുന്നു അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ ബോധ്യം പാർട്ടിക്കുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇതുമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ആരോപണ വിധേയനായിട്ടുള്ള ഈ പാർട്ടിക്ക് ബന്ധമില്ല, ഇയാളെ രക്ഷാകർതൃത്വം ഒഴിവാക്കി നിയമത്തിന് മുന്നിൽ കൊണ്ടു നിർത്തുകയാണ്, ഞങ്ങൾക്കിനി ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ തുറന്നു തന്നെ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് എന്താ? അയാൾക്കെതിരെ നടപടിയെടുത്ത് രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉപേക്ഷിച്ചുകൊണ്ട് അയാളെ നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ഇനി നിയമത്തിന് ചെയ്യാനുള്ളത് ചെയ്തു കൊള്ളുക എന്നല്ലേ. ഇവിടെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക, സംരക്ഷിക്കുന്നത് ഭയത്തിന്റെ പേരിലാണ്. കാരണം പത്മകുമാർ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് മാത്രമാണ്. ഇപ്പൊ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയായിരുന്നു, ഇപ്പൊ നടപടി എടുത്താൽ മാധ്യമങ്ങൾ എന്താണ് തലക്കെട്ട് കൊടുക്കും, ക്ഷേത്രക്കൊള്ളയിൽ CPM നടപടി എന്ന് കൊടുക്കും, അത് കൂടുതൽ തുടർ ചർച്ചയ്ക്ക് വിധേയമാക്കും. അപ്പൊ ആ ഒരു ആശങ്ക കൂടി പാർട്ടിയെ ഭരിക്കുന്നുണ്ടാവുമോ ശ്രീ രാജു പി നായർ ഈ ഘട്ടത്തിൽ നടപടി എടുക്കുന്നതിന്? അതെല്ലാം കോമഡി അല്ലേ ഹാഷ്മി? CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോമഡി അല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ? അതൊന്നും ജനങ്ങളെ ബാധിക്കും. ജനങ്ങളെ സംബന്ധിച്ചോളം ഇത് കൃത്യമായിട്ട് ഇതൊക്കെ പറഞ്ഞു തന്നെ പോണം.
ഇത്തരത്തിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകണം. കാരണം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു കാര്യത്തിൽ അവരുടെ ഏറ്റവും അടിസ്ഥാന ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന, സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന വാദങ്ങൾ ഇവർ നിരത്തണം. അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല. നോക്കൂ, CPM-ന്റെ ഒരു സംഘടന ഈ കൊള്ളയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് നോക്കൂ. ആരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത്? മുരാരി ബാബു ആരാണ്? CITUവിൻ്റെ അംഗമാണ്. പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള CITUവിൻ്റെ അംഗമാണ്. നമ്മൾ കണ്ട ആളാണ്. നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്തതാണ്. CPM-ന്റെ CITUവിൻ്റെ അംഗത്വം കൊടുക്കുന്ന ചിത്രം നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്തതാണ്. KS ബൈജു ആരാ? CITUവിൻ്റെ നേതാവ് ഇല്ലേ? KS ബൈജു CITUവിൻ്റെ നേതാവ്. മറ്റൊരാൾ കിടക്കുന്നുണ്ട്, സുധീഷ് കുമാർ. ആരാണെന്നറിയോ? CPM-ന്റെ പത്തനംതിട്ട അടൂർ മണ്ണടി മേഖലയിലെ പ്രവർത്തകനാണ്, നേതാവാണ്. മറ്റൊരു സവിശേഷതയുണ്ട്. N വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. CPM-ന്റെ മൂന്നാമത്തെ നേതാവായി. 4 KS രാജേന്ദ്ര പ്രസാദ്, കടുത്തുരുത്തി ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കടുത്തുരുത്തിയിലുള്ള ആളാണ്. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശ്രീ തങ്കപ്പന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. തങ്കപ്പന്റെ പ്രൈവറ്റ് സെക്രട്ടറി KS രാജേന്ദ്ര പ്രസാദ്. ഇനി പ്രതിപ്പട്ടികയിലുള്ള ആളുണ്ട്, പാറവിള വിജയകുമാർ. അദ്ദേഹത്തിന്റെ PS പ്രജിത് കുമാർ CITUയുടെ സംഘടനാ പ്രസിഡന്റാണ്. അതുകൂടാതെയാണ് CPM-ന്റെ 2 പ്രാവശ്യം സംസ്ഥാന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന N വാസു. പിന്നീട് പിണറായി വിജയൻ തന്നെ മുൻകൈയെടുത്ത് പ്രത്യേക പരിഗണനയോടുകൂടി ദേവസ്വം കമ്മീഷണറാക്കിയ PK ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ പിന്നീട് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാതെ പോലെ ഈ കൊള്ള നടന്ന കാലത്തുണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റായിട്ട് മാറുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഒരാളെന്താ, MLA ആയിരുന്ന പത്മകുമാർ ഇല്ലേ? പുതിയൊരാൾ കൂടി പോയിട്ടുണ്ടല്ലോ, ദേവസ്വം ബോർഡിനകത്തെ CPM-ന്റെ പ്രതിനിധി വിജയകുമാർ. അപ്പൊ എത്ര പേരായി? 7-8 പേര് ഇന്ന് ഈ കേസുമായിട്ട് CPM-ന്റെ നേതാക്കന്മാർ ജയിലിനകത്താണ്. CPM-ന്റെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? 2 ലോക്കൽ കമ്മിറ്റി ഇൻവോൾവ് ആയി. 2 ലോക്കൽ കമ്മിറ്റി ഇൻവോൾവ് ആണെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ അറിവോട് കൂടിയേ നടക്കുകയുള്ളൂ. നമ്മുടെ എല്ലാം പോയിന്റ് അതായിരുന്നില്ലേ? അവസാനം ആ കേസ് തെളിയിച്ചു വന്നപ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റി ഉൾപ്പെടെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടന്ന കൊലപാതകമാണെന്ന് തെളിഞ്ഞു പുറത്തു വന്നല്ലോ. അപ്പോൾ CPM-ന്റെ ഇത്രമാത്രം സംഘടനാ നേതാക്കന്മാർ ഇതിൽ പങ്കാളികളാവണമെങ്കിൽ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും 2 ദേവസ്വം മന്ത്രിമാരും ഇതിനകത്ത് പങ്കാളികളാവണമെങ്കിൽ CPM-ന് ഉന്നത നേതൃത്വം അറിയാതെ നടക്കില്ല. ആ CPM-ന് ഉന്നത നേതൃത്വം അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് പത്മകുമാറിനെ പുറത്താക്കാത്തത്. ഒരു സംശയവും വേണ്ട. പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ വെറുതെ പോയപ്പോൾ മൊഴി കൊടുത്തതാണോ? അല്ല. കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാറിന്റെ മൊഴിയുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്, ഞങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ള മൊഴിയുണ്ട്. അപ്പൊ പത്മകുമാർ ഏത് വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്തേക്ക് വന്നത് എന്ന് നോക്കിയാൽ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാറിന്റെ പിടിവലി എന്താ? ഞാനല്ല ഇയാളെ കൊണ്ടുവന്നത്, കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഈ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇല്ലേ? അത് കുറെ നാൾ തെരഞ്ഞെടുപ്പ് കൊണ്ട് ചോദ്യം ചെയ്യാതിരുന്നു. എന്തോ അങ്ങനെ കുറെ നാൾ ചോദ്യം ചെയ്യാതിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്തു. പക്ഷെ ചോദ്യം ചെയ്തപ്പോൾ ഒരു മനുഷ്യനെയും അറിയിക്കാതെ നിഗൂഢതയോടുകൂടി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ SITക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കും. പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ അറിഞ്ഞല്ലോ. പത്മകുമാറിനെ ചോദ്യം ചെയ്ത അറിഞ്ഞ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിനേക്കാൾ പ്രധാനിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് PS പ്രശാന്തിനെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. എനിക്കത് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ PS പ്രശാന്തിന്റെ കാര്യത്തിലേക്ക് തൽക്കാലം കടക്കാത്തത്. പക്ഷേ അത് ചോദ്യം ചെയ്യുന്ന ഒരു വാർത്ത കൂടി ഉണ്ട്. PS പ്രശാന്ത് ചോദ്യം ചെയ്തു. ശരി, സുജിയാർ പത്മകുമാർ നേരത്തെ രാജു പി നായർ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ല എന്നൊരു ചോദ്യം പലയിടത്തുനിന്ന് വരും. അത് കോടതിയിൽ നിന്ന് വരും. ഉറപ്പായും ഇതിൽ ED വന്നു കഴിഞ്ഞു. CBI എന്തായാലും വരാൻ പോകുന്ന കാര്യം, അന്താരാഷ്ട്ര റാമിഫിക്കേഷൻ ഒക്കെ പറയുമ്പോൾ CBI എന്തായാലും വരും. ആ അന്വേഷണ സംഘത്തിൻ്റെ ഒക്കെ SITയോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നാവില്ല എന്തുകൊണ്ട് കടകംപള്ളി ചോദ്യം ചെയ്തില്ലെന്ന് ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യം ചെയ്യൽ മുൻനിർത്തിയ ഒരു പരിച എന്ന നിലയ്ക്ക് ഒരു മൊഴിയെടുത്ത് ഒരു ചടങ്ങ് നിർവഹിച്ചതാണെങ്കിലോ JR? അല്ല, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇപ്പോൾ PK ഗോപൻ തന്നെ പറഞ്ഞിട്ടുള്ളത് മൊഴിയെടുക്കാനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനിയർ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അത് രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയാൽ പോരെ. ഇത് ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ അതിനുവേണ്ടി ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന EDയുടെ
ECIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് CBI അന്വേഷണം വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ജില്ലകൾ കടന്ന് സംസ്ഥാനം കടന്ന് രാജ്യം വരെ കടന്നു പോയിട്ടുള്ള ചില ഇൻവോൾവ്മെൻറ്റുകൾ ഇതിനകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രാജ്യം വിട്ട് ഇതിനൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും SITക്ക് പരിമിതികളുണ്ട് എന്നുള്ളത്. ആ പരിമിതികൾ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിത് മൊത്തം അന്വേഷിക്കാമെന്നുള്ളൊരു ശ്രമമാണ്. എന്തായാലും കോടതിയുടെ ഇടപെടലും ഈ കേരളത്തിലെ ഭക്തജനങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൊണ്ട് തീർച്ചയായിട്ടും ഇത് സത്യസന്ധമായ ഒരു അന്വേഷണത്തിലേക്ക് പോകും എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പക്ഷേ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഹൈക്കോടതി വളരെ വിശ്വസ്തരായ 2 ഉദ്യോഗസ്ഥന്മാരെ എടുത്ത് നോമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ ഇത് ഉൾപ്പെടുത്തി ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം എടുത്തിട്ടും ആ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന അവരുടെ പോലും ഇപ്പോൾ പൊതുജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് അവിശ്വാസം വരുന്ന, അല്ലെങ്കിൽ അവരുടെ അതിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ളതാണ് ഇപ്പോൾ ഉള്ള സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെ ഈ ഓരോ ആളുകളെ ചോദ്യം ചെയ്യുമ്പോഴും വലിയ പരസ്യങ്ങൾ കൊടുത്തു. പത്മകുമാറിനെ ഇത്ര ചോദ്യം ചെയ്യുന്നു. നമ്മുടെ D. ബാബു ഇന്ന് വരുന്നത് നേരത്തെ നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹം ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കാത്തിരിക്കുകയാണ്, അവിടെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ വലിയ പ്രചരണം കൊടുത്ത ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ 2 ദിവസം മുമ്പ് ശനിയാഴ്ച 2 പേരെ ചോദ്യം ചെയ്തിട്ട് ചൊവ്വാഴ്ച വരെ ആ റിപ്പോർട്ട് പുറത്തു വരാൻ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുറത്തു വന്നു അതുവരെ അത് രഹസ്യമായി സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായിട്ട് എന്തോ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമം അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോകും. നമുക്ക് മനസ്സിലാകുന്നത് ചില ആളുകളിൽ മാത്രമായി ഇത് പരിമിതപ്പെടും. വലിയ സ്രാവുകൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമം അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടോ അങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ PK ഗോപൻ ഹാഷ്മി ആദ്യം ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം സരസമായിട്ടാണ് പറഞ്ഞത്. സാർ, ഇത്രയൊന്നും ചാടിയിട്ട് ഇളകിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ അവതാരകരോ അല്ലെങ്കിൽ ജനങ്ങളോ വിശ്വാസികളോ ഒന്നും ഇളകിയിട്ട് കാര്യമില്ല. ഈ അന്വേഷണം എവിടെ വരെ പോകും, എങ്ങനെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് ഇനി ഒരു പ്രതീക്ഷ കോടതിയിലേ ഉള്ളൂ. ജാനുവരി 5-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഇനി കോടതി ഈ വിഷയം പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കും. ആ സമയത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ അവസാന റിപ്പോർട്ട് പിന്നെ വൈകിയാണ് 5-ാം തീയതി പരിഗണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ദിവസം ചില നിർണായക നിരീക്ഷണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എത്താം ചെയ്യാം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഈ കടകംപള്ളിയും പോറ്റിയും തമ്മിൽ അനന്തര സാധാരണ എന്തോ ബന്ധമുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ചില വിവരങ്ങൾ അന്തരീക്ഷത്തിൽ ഫ്രം ദ ഡേ 1 മുതൽ കറങ്ങുന്നുണ്ട്. എന്തോ ചില ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുത SIT കണ്ടെത്തട്ടെ. സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഈ തൊണ്ടി മുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താണ് അവിടെ നിന്ന് ഉരുക്കിയതാണെങ്കിൽ ആ സ്വർണ്ണം എവിടെയാണെന്ന് അറിയില്ല. റദ്ദം ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണ്ണം ഒരു വ്യാജമാണ്, കെട്ടുകഥയാണ് ഇതിനോടൊപ്പം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അതല്ല, ഉരുക്കിയെടുത്ത സ്വർണ്ണമല്ല, ഈ ദ്വാരപാളികൾ ശില്പികൾ അപ്പാടെ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കടത്തിയ ആ സാധനം എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ്. അതിനിടയിൽ ഇന്ന് D-മണിയെ രാവിലെ 10:30 ചോദ്യം ചെയ്യാൻ കയറ്റി 6 മണിയായപ്പോൾ വിട്ടയക്കുകയും ചെയ്തു. അന്വേഷണം എങ്ങനെ പോകുന്നു എന്നാണ് കരുതേണ്ടത് ശ്രീ സുഭാഷ് ബാബു? അല്ല, ഇത് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യക്തമായ ഒരു ദിശാബോധത്തിൽ മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു വസ്തുതയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളോ കണ്ടെടുക്കാനുള്ള സാഹചര്യത്തിൽ വരുന്നത് വരെ നമുക്ക് SIA വേണേൽ കുറ്റം പറയാം, അല്ലെങ്കിൽ SIT ചെയ്യുന്നതിനകത്ത് നമ്മൾ സംശയം പ്രകടിപ്പിക്കാം. പക്ഷേ ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതേതായാലും അവിടുന്ന് ഈ വാതിൽപ്പാളികളും വാതിൽപ്പടിയും ദ്വാരപാലക ശില്പങ്ങളും എടുത്തു കൊണ്ടുപോയിട്ട് അതിലെ സ്വർണം മാത്രം എടുക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ ശുദ്ധ മണ്ടന്മാരെന്നല്ലേ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. അതിനകത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ എത്രയാണ് 4-5 കിലോ സ്വർണം കിട്ടുമെന്ന് വിചാരിക്കും. 5 കിലോ സ്വർണം കിട്ടിയാൽ എത്ര പൈസ അന്നത്തെ വിലയനുസരിച്ച് 4000 രൂപയ്ക്ക് താഴെ വിലയുള്ളപ്പോൾ എത്രയും 2-2.5 കോടി രൂപ കിട്ടും. ഈ 2.5 കോടി രൂപ എല്ലാവരും കൂടെ വീതിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കൊള്ളക്കാർക്കെല്ലാം കൂടെ എന്ത് ഉണ്ടാവും? ചായ പിടിക്കാനുള്ള പൈസ കിട്ടുമോ? അപ്പോൾ അതുകൊണ്ട് അതല്ല,
ഇവിടെ വ്യാപകമായ രീതിയിൽ ഈ പുരാവസ്തുക്കൾ, പ്രത്യേക ദൈവിക സ്പർശമുള്ള പുരാവസ്തുക്കൾക്ക് സാധാരണ പുരാവസ്തുവിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ 100 ഇരട്ടി വിലയാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഒരു ചെറിയ വിഗ്രഹം ഇവിടെ ഇപ്പോൾ കൽക്കട്ട മറ്റേ ഓസ്ട്രേലിയയെ കൊണ്ട് വിറ്റത് തന്നെ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനുയാണ്ട് 100 കോടി രൂപയ്ക്കോളം അത് വിറ്റിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഓരോ സാധനങ്ങൾക്കും മൂല്യം വളരെ കൂടുതലാണ്. അതായത് ഭക്തിസാന്ദ്രമായ ഒരു ഭക്തിയുടെ മൂല്യമാണ്, ഒരു ക്ഷേത്രത്തിൻ്റെ സ്വത്താണ്, ഒരു പുരാവസ്തുവാണ് എന്നുള്ള രീതിയിലല്ലേ കൊടുക്കുന്നത്. അതിപ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുപോകാതിരുന്നാൽ അതിന് വിലയില്ല. അതിന് ഈ മോഷ്ടിച്ചാൽ അല്ലെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി കൊള്ള നടത്തിയ ആളുകൾ മണ്ടന്മാരായി പോകുമെന്നല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അതായത് അങ്ങനെയുള്ള മണ്ടന്മാരല്ലല്ലോ ഇവർ. കാരണം അങ്ങനെയുള്ള അതേ വസ്തുക്കൾ തന്നെ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് വലിയ വിലയ്ക്ക് വിറ്റിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ട് കഴിയുന്ന കാര്യമല്ല. ഇതൊക്കെ വളരെ നിഗൂഢമായ രീതിയിൽ ചെയ്യപ്പെടുന്ന, ഒരുപാട് സ്വാധീനമുള്ള, സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും ഒക്കെ സ്വാധീനമുള്ള വ്യക്തികളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത്. അല്ലാണ്ട് സാധാരണക്കാരനൊന്നും ഇതേമാതിരിയൊന്നും വിദേശത്തേക്ക് പുരാവസ്തുക്കൾ ഇതേമാതിരി ദൈവിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ ക്ഷേത്രങ്ങളിലോ മറ്റു ഏതെങ്കിലും സ്ഥലത്തു നിന്നുള്ള വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള മോഡലുകളൊന്നും നമുക്ക് കടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരി, അത് ആ രീതിയിൽ തന്നെ കിട്ടണം. ഇപ്പോൾ ഉരുക്കിയ സ്വർണ്ണം എടുത്തു എന്ന് പറഞ്ഞു. ഉരുക്കിയ സ്വർണ്ണം എന്തായാലും അതിൻ്റെ അല്ലാന്ന് നമുക്കറിയാം. അപ്പോൾ ഉരുക്കിയ സ്വർണ്ണം അവിടെ വന്നതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് നമുക്ക് കേട്ടല്ലോ. പിന്നെ ബെല്ലാരിയിലുള്ള ജ്വല്ലറി ഉടമ പറഞ്ഞിട്ട് എൻ്റെ അവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ട്, സാധാരണ പോലീസ് ചെയ്യുന്നത് അങ്ങനെയാണ്, സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തീർക്കാമെന്ന് തെറ്റിദ്ധരിച്ചു പോയി ഇവർ. ആ തെറ്റിദ്ധാരണയ്ക്ക് അപ്പുറത്തേക്ക് ഈ സ്വർണ്ണം നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന ഉണ്ടല്ലോ. ശാസ്ത്രീയ പരിശോധനയിൽ ഈ ആ റൊദ്ദത്തിൽ നിന്നെടുത്ത സ്വർണം പരിശോധനയ്ക്ക് പോലും കൊടുത്തിട്ടില്ല. SIT അതിനെ അങ്ങനെ മുഖവിലേക്ക് എടുത്തിട്ട് പോലുമില്ല. ഏതാ ഇതാണ് ആ സ്വർണം എന്ന രീതിയിൽ ആലോചിച്ചിട്ട് പോലുമില്ല SIT. അല്ല, അത് ചെയ്യണമല്ലോ. അതായത് 100% പരിശുദ്ധമായ കോപ്പർ വിദേശത്തു നിന്ന് ഇറക്കുമതി, അതുപോലെ തങ്കം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതേമാതിരി സ്റ്റാഫും അവരുടെ സ്വന്തം അവരുടെ പ്രസൻസ്, അതായത് മുഴുവൻ സമയം വൈകുന്നേരം പണി അവസാനിച്ച് സ്റ്റോക്ക് എടുത്ത് തിരിച്ചു വെക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും വീക്ഷിച്ചതിന് ശേഷം അതാത് ദിവസം റിപ്പോർട്ട് കൊടുക്കുകയും അതാത് ദിവസം കണക്ക് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്ന അവസ്ഥയിലാണ് അത് ഈ സ്വർണ്ണമൊക്കെ ക്ലാഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സാധനം ക്ലാഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിന്ന് എങ്ങനെ ഉരുക്കിയെടുക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ഇതിനകത്തുനിന്ന് ചുരണ്ടിയെടുത്തൊന്നും ഇത് ഉരുക്കാൻ പറ്റില്ല. അപ്പോൾ ഉരുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചെമ്പിന് എന്ത് പറ്റും, ഇതൊന്നിച്ചാവും. പിന്നെ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പോകേണ്ടി വരും. അതൊന്നും ഇവർ നിന്നിട്ടുണ്ടാവില്ല, നിന്നാൽ അവർക്ക് പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരി, അതിൻ്റെ തനിമയോട് കൂടിയിട്ട് വിൽക്കാനല്ലാതെ അല്ലെ കടത്തിക്കൊണ്ടുപോയി പണം സമ്പാദിക്കുക എന്നല്ലാണ്ട് അതിനകത്തുനിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവരെ അതേ മോൾഡ് തന്നെയാണ് അല്ലെങ്കിൽ അതേ ദ്വാരപാല ശില്പം അതേ വാതിൽപ്പടിയാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതൊക്കെ പ്രത്യേകം ഉണ്ടാക്കി ആ മോൾഡ് ഉണ്ടാക്കി സ്വർണ്ണം പൂശി വെച്ചു എന്ന് തന്നെയാണ് പ്രതികൾ പോലും പറഞ്ഞിട്ടുള്ളത്. SIT അത് തന്നെയാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാധനം പോയി, ഇവർക്ക് എടുത്തുകൊണ്ട് പോകാൻ എന്താ അധികാരം ഇല്ല. അവർക്ക് കൊടുത്തു, അനധികൃതമായിട്ട് കൊടുത്തതിന് ശേഷം ഇവരവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി ഇതിനകത്തുനിന്ന് ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പുതിയത് അവിടെ വെക്കുകയാണെങ്കിൽ പഴയ സാധനം എവിടെയാണ്, അത് അയ്യപ്പൻ്റെതാണ്, അവിടെ തിരിച്ചു കൊടുക്കണം. കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അത് അവർ മോഷണം ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്ന മോഷണത്തിൻ്റെ വകുപ്പുകളെല്ലാം ഇട്ടിരിക്കുന്നത് വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഒക്കെ ആണ് ഇതിനകത്തിലൂടെ. പിന്നെ കള്ള രേഖകളുണ്ടാക്കി അത് ശരിയായ രേഖകളായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ അതിൽ പറയുന്നുള്ളൂ. ആ വകുപ്പുകളൊക്കെ അവിടെ ഇട്ടിരിക്കുന്നത്. അതൊക്കെ 7 കൊല്ലം അല്ലെങ്കിൽ പരമാവധി 10 കൊല്ലം വരെ ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ് അതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തനിമയോട് കൂടിയിട്ട് ഈ വസ്തുക്കൾ കടത്തപ്പെട്ടു എന്നല്ലാതെ അതിനകത്ത് സ്വർണ്ണമോ ചെമ്പോ വേർതിരിക്കാതെ പുതിയ മോൾഡ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ കൊണ്ടുവച്ചത് എന്തായാലും ശരി, മറ്റേതിൻ്റെ വിലയില്ല, മറ്റേതിൻ്റെ മൂല്യമില്ല, മറ്റേതിൻ്റെ പരിശുദ്ധിയില്ല, എല്ലാം ഇല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇതിന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതിന് റിസൾട്ട് എനിക്ക് തോന്നുന്നത് SITയുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഈ എത്ര ക്യാരറ്റാണ് അവിടെ ഇപ്പോൾ പൂശിയിരിക്കുന്നതെന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, എത്ര സ്വർണ്ണമുണ്ട് ഏകദേശം ഓടിയുണ്ട്. പിന്നെ ഇപ്പോൾ ISROയെ സംബന്ധിച്ച് അവരിപ്പം വളരെ ശാസ്ത്രീയമായ രീതിയിൽ അവർ സാറ്റലൈറ്റിൽ അവർ ഗവേഷണം നടക്കുന്ന മാതിരിയുള്ള ഇൻഫ്രാറെഡ് റേസ് അങ്ങനെയുള്ള പല റേസുകളുണ്ട്. അതിൻ്റെ സഹായത്തോടുകൂടി ഇതിൻ്റെ ലോഹത്തിൻ്റെ പെർസെൻസ് എത്രയാണെന്ന്, ഏത് ലോഹമാണ്, എത്രമാത്രം അവിടെ അതിൻ്റെ പിന്നെ വെയിറ്റ് ഉണ്ട് എന്നൊക്കെ അസസ് ചെയ്യുന്ന ഒരു സെർച്ച് ചെയ്യാൻ വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട്. അതിന് നടപടി സ്വീകരിച്ചു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിശോധന റിപ്പോർട്ട് എന്നോ കിട്ടുന്നതാണ് പറഞ്ഞത്, കിട്ടിയിട്ടുണ്ടാവണം. അത് കോടതിയിലാണ് അത് നമുക്കറിയണം. എന്തായാലും ഇതിനെ
തെഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പോയ വഴിയിൽ മാല പൊട്ടിക്കുക അല്ലെങ്കിൽ കിണ്ടി എടുത്തുകൊണ്ട് പോവുക എന്നൊന്നും പറയുന്ന പോലല്ലോ. ഇത് വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതിനെ റോബറി, പ്ലണ്ടർ എന്നൊക്കെ തന്നെ വിളിക്കണം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ പി കെ ഗോപൻ, ഇവിടെ പല കേസുകൾ പലതരത്തിലാണ്. ഇപ്പോൾ കണ്ണൂരിൽ പി ദിവ്യക്കെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ടായി. ഏതാനും ദിവസങ്ങൾക്കകം പാർട്ടി നടപടി ഉണ്ടായി. പാർട്ടി പദവികൾ നീക്കം ചെയ്തെന്ന് മാത്രമല്ല, ദിവ്യ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉണ്ടായി. ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ചാർജ് ഷീറ്റ് ഉണ്ടാവട്ടെ, കുറ്റപത്രം ഉണ്ടാവട്ടെ, കേസുണ്ടാവട്ടെ എന്നൊന്നും പറയാതെ ആ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി. ഇവർക്കൊന്നും ബാധകമാകാത്ത എന്തോ ഒന്ന് ഈ പറയുന്ന പത്മകുമാറിന് ബാധകമാവുന്ന എന്തുകൊണ്ടാണ്? ഇത്രയും ഗുരുതരമായ ആരോപണത്തിൽ അകത്ത് കിടന്ന് ആവർത്തിച്ച് ജാമ്യം നിഷേധിക്കപ്പെട്ട പത്മകുമാർ ഇപ്പോഴും പാർട്ടി ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ആ ചേർത്ത് പിടിക്കാനുള്ള കാരണം പ്രതിപക്ഷ നേതാവ് രാജു പി നായരും പറയും, ഈ പറയുന്ന പത്മകുമാർ അദ്ദേഹത്തെ പുറത്താക്കിയാൽ പുറത്തു പറയാൻ ഇടയുള്ള എന്തോ ഭീകരമായ ചില വസ്തുക്കൾ ഭയന്നാണ് എന്നതിന് മറുപടി കൊടുക്കേണ്ടത് ഇത്തരത്തിൽ വാദം പറഞ്ഞുകൊണ്ടല്ല, പുറത്താക്കിക്കൊണ്ടാണ്, അല്ലേ? നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഏത് ദുരൂഹത വേണമെങ്കിലും ആരോപിക്കാം. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിയും അങ്ങും ഏതാണ്ട് ഒരേ സ്വരത്തിൽ സംസാരിക്കുകയാണല്ലോ. ഇതിൽ അദ്ദേഹം ഈ ദിവ്യയുടെ കേസും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമാണ് ഇതുമായിട്ട് കമ്പാരിസണിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, ശ്രീ ഹാഷ്മി, കൈപ്പുണ്ണ് നോക്കാൻ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. കരതലാമലകം പോലെ എന്നൊക്കെ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പച്ചയായി കേരളത്തിൻ്റെ മുമ്പിലുള്ള നിലവിളിക്കുന്ന പെൺകുട്ടിയുടെ ശബ്ദവും അത് ഒരാളാണെങ്കിൽ വേണ്ടില്ല, അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ്. 100 പെൺകുട്ടികളുടെ സ്വരം കേരളം കേട്ടു, വിവിധ കേസുകൾ കേരളം കേട്ടു. ഒരു തരത്തിലും ആളെ നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തി. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സംഘടനയ്ക്കകത്തില്ലെന്ന് പറഞ്ഞു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾ പിന്നീട് പാർട്ടി പ്രവർത്തനത്തിനിറങ്ങി. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അവസാനത്തെ കേസ് വന്നു കഴിഞ്ഞ ഉടനെ നിൽക്കക്കള്ളി ഇല്ലാതായി പുറത്താക്കിയ ആൾ KSU ജില്ലാ നേതൃത്വത്തിൻ്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ആളകമ്പടിയോടുകൂടി മേളവാദ്യഘോഷത്തോടുകൂടി പാലക്കാട് മണ്ണിൽ രംഗപ്രവേശം ചെയ്തു. ഇത്തരം പരിഹാസ്യമായ പുറത്താക്കലല്ല. ദിവ്യയെ സംബന്ധിച്ച് ദിവ്യയും പ്രത്യക്ഷത്തിലൊരു കുറ്റമായി കേരളീയ സമൂഹം കണ്ടു. അത് ഒരാളിൻ്റെ സൂയിസൈഡിലേക്ക് അതെത്തപ്പെട്ടു. അവിടെ പിന്നെ വേറെ പോലീസ് അന്വേഷണത്തിൻ്റെയൊക്കെ പ്രസക്തിയോ പാർട്ടി അന്വേഷണത്തിൻ്റെ പ്രസക്തിയോ രണ്ടാമത്തെ കാര്യമാണ്. അത് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യാതിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ കൃത്യമാണല്ലോ, ഏതൊരാളിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നതിനും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന വളർന്നു വരുന്ന ഒരു വനിതയുടെ പേരിൽ നടപടിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയില്ലായിരുന്നു. അതുപോലെ ഏത് കാര്യത്തിലും നടപടിയെടുക്കുന്നതിന് മടിയില്ല. നായർ പറഞ്ഞതിന്റെ വരികൾക്കിടയിൽ നമ്മൾ ഈ അദ്ദേഹത്തെ എല്ലാ കാലത്തേക്കും പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കണം എന്നാരും പറയുന്നില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നാരും പറയുന്നില്ല. കേരളം ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ള കേസിൽ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ജാമ്യാപേക്ഷ ആവർത്തിച്ച് കോടതികൾ കേട്ടില്ല കണ്ടില്ല എന്ന് ഭാവിക്കുന്നു, ജാമ്യം നിഷേധിക്കുന്നു. ശ്രീ പി കെ ഗോപൻ, ഞങ്ങൾ ഈ പാർട്ടി ഇയാൾക്കൊപ്പം ഇല്ല എന്ന സന്ദേശം കേരളത്തിന് കൊടുക്കാൻ താൽക്കാലികമായെങ്കിലും നടപടി, ഇപ്പം അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയാൽ തിരിച്ചെടുക്കൂ, ആര് വേണ്ടെന്ന് പറയുന്നു, അതുപോലും ഉണ്ടാവാൻ ഒരു വിറക്കൽ എന്തിനാണ് പി കെ ഗോപൻ? മനസ്സിലാവുന്നില്ല. അല്ല ശ്രീ ഹാഷ്മി, അങ്ങ് ഇതൊരു 15 തവണ ചോദിച്ചു. ഇവിടെ 2-3 സുഹൃത്തുക്കൾ സംസാരിച്ചു. എനിക്ക് മറുപടി പറഞ്ഞാൽ മതിയാവും. അങ്ങയുടെ ചോദ്യത്തിൽ മാത്രം എനിക്ക് കുടുങ്ങിക്കിടക്കാൻ പറ്റില്ല. ഒന്ന്, ഉറങ്ങുന്ന ആളെ ഉണർത്താം, ഉറക്കം നടിച്ചു കിടക്കുന്ന ആളോ. പത്മകുമാറിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ പറയാൻ കഴിയാവുന്ന ഉന്നതരായ പാർട്ടി നേതൃത്വം അത് വ്യക്തമാക്കി. പുതിയ സംഭവമൊന്നുമില്ല പത്മകുമാറിൻ്റെ പേരിൽ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അദ്ദേഹം ജയിലിലാണ്. ഞങ്ങളുടെ എപ്പോഴത്തെ നിലപാട് അദ്ദേഹത്തിൻ്റെ FIR ആണുള്ളത്. അതിൽ എന്താണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തതയില്ല. കേരളീയ സമൂഹം അങ്ങക്ക് വ്യക്തതയുണ്ടോ പത്മകുമാർ എന്തൊക്കെ അതിനകത്ത് ചെയ്തതെന്ന്? അങ്ങ് ഇതൊക്കെ ഊഹിച്ചുകൊണ്ട് പറയും, ഗസ് ചെയ്ത് പറയുന്നതും റിപ്പോർട്ട് അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഒക്കെ അല്ലാതെ എന്ത് കൃത്യമായിട്ട് പത്മകുമാർ ചെയ്ത എന്താണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിലുണ്ടോ? അപ്പോൾ അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനിടയ്ക്ക് ജയിലിടുവോ? അല്ല, റിമാൻഡ് ആപ്ലിക്കേഷൻ ഇനി ഞാൻ അതിൽ പിടിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനം ഒരു പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റി അംഗത്തെ ഒരു മുൻ MLA ചുമ്മാ ജയിലിടുന്നു പറഞ്ഞല്ലോ. മനസ്സിലാവുന്ന വാദം അങ്ങ് പറയും. എന്നെ അറിയിച്ചാൽ മതി. ഇല്ല, ഞാൻ അത് ദഹിക്കുന്നില്ല വാദം, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. പറഞ്ഞാൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങേക്ക് ഇതെല്ലാം മനസ്സിലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങേക്ക് ഇത് മനസ്സിലായോ? ഈ
വ്യക്തിപരമായ ഒരു തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല, ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് ശ്രീ രാജു നായർ പറഞ്ഞത് അങ്ങ് കേട്ടായിരുന്നോ? എന്ന് പറഞ്ഞാൽ വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും ചെയ്തത് വ്യക്തിപരമായ തെറ്റാണെന്നാ. അവരുടെ പാർട്ടി തന്നെ സാർ. ഇപ്പം നിങ്ങൾക്ക് നാവ് ഉയരുവോ ചോദിക്കാൻ എന്തുകൊണ്ട് അവരെ പുറത്താക്കാൻ? ജയിലിൽ കിടക്കുന്ന സ്ത്രീപീഡന കേസിൽ ജയിലിൽ കിടന്ന രണ്ടുപേരെ നിങ്ങൾ എന്തുകൊണ്ട് പുറത്താക്കിയില്ലെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് നാവ് ഉയരത്തില്ലല്ലോ. അല്ല, ഞാൻ ഇടപെട്ടില്ല. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല, അത് ശരിയല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനേ പറ്റും. അല്ല, അത് പറ്റില്ല, അത് പറ്റില്ല. അത് ഹാഷ്മി നിങ്ങളെ നിയന്ത്രിക്കുക. അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞു, അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ പേര് അദ്ദേഹം പറയാൻ സമ്മതിക്കില്ല. അവരുടെ രീതി അതാണ്. അവരുടെ രീതി അതാണ്. അതാണ് അവരുടെ രീതി അതാണ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ കയറി ഇടപെടും. ഇത് ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല ഈ കാര്യമൊക്കെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആരും കയറി ബഹളം ഉണ്ടാക്കുമോ? ഞങ്ങൾക്ക് ദേഷ്യം വരാഞ്ഞിട്ടാണോ? അസ്വസ്ഥത ഇല്ലാഞ്ഞിട്ടാണോ? ആ ശൈലി വിട്. ഇവിടെ നിങ്ങൾ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞു. ശ്രീ ഹാഷ്മി ചോദിച്ചോ ജയശ്രീ ഏത് പാർട്ടിയാന്ന്? എന്താ ജയശ്രീയുടെ പേര് മാത്രം പറയാഞ്ഞ്? ഈ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ ആരാ? ദേവസ്വം ബോർഡ് സെക്രട്ടറി ആണല്ലോ ടോപ്പ് മോസ്റ്റ്. അവിടെ പ്രസിഡന്റ് കഴിഞ്ഞാൽ, ബോർഡ് അംഗങ്ങൾ കഴിഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ഒഫീഷ്യൽ സ്റ്റാഫ് ആരാ? ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയുടെ പേരെന്താ പറയാഞ്ഞെന്ന് ചോദിക്കാൻ എന്താ? ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുമായിട്ടാണ് ബന്ധമെന്ന് വ്യക്തമായല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് പോയത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് അതിൻ്റെ ആളെന്നുള്ളത്. കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അദ്ദേഹത്തെ അവിടെ വിളയാടാൻ അവസരം കൊടുത്തത് എന്നുള്ളതും വ്യക്തമാണല്ലോ. ഇനി ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരിൽ ആരാ CPM? നിങ്ങൾ ഈ പറയുന്ന മുരാരി ബാബു ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ദേവസ്വം ബോർഡിൽ കോൺഗ്രസ് സംഘടന നേതാവാ. അദ്ദേഹം കുറെ കാലം കഴിഞ്ഞ് അടുത്ത കാലത്തെങ്ങാണ്ടാണ് CI2 മെമ്പർഷിപ്പ് എടുക്കാൻ തീരുമാനിച്ചത്. അതൊന്നും ഈ സംഭവം അറിയുമ്പോഴല്ല CI2ലേക്ക് വരുന്നത്, അല്ലെങ്കിൽ CI2 മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നതാണ് പ്രധാന കഥാപാത്രം. ആ പ്രധാന കഥാപാത്രം കോൺഗ്രസുമായിട്ടാണ് ബന്ധം എന്നുള്ളത് ഇനി ആവർത്തിക്കണ്ടല്ലോ, എത്രയോ വ്യക്തമായി കഴിഞ്ഞാൽ. പിന്നെ പത്മകുമാർ സാറിൻ്റെ CBI. സാറേ, എനിക്കറിയാവുന്ന CBI കേരളത്തിൽ 2 കേസേ തെളിയിച്ചിട്ടുള്ളൂ. വേറെ ഒരു കേസും CBI ഇന്നുവരെ, നിങ്ങളുടെ ഈന്തപ്പഴവും സ്വർണവും ആ സാധനമൊക്കെ അവിടെ സാറ് അടുത്ത ഊഴം വരുമ്പോഴേ ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോയ സ്വർണ്ണം എവിടാണെന്ന് പറയാമോ സാർ? CBI അന്വേഷിച്ചത് അത് ഇതുവരെ എവിടാണെന്ന് ഞങ്ങൾക്കറിയാൻ ഒരു താല്പര്യമുണ്ട്. അത് ശബരിമല പോലുള്ള സ്വർണത്തിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ സ്വർണ്ണം എവിടാന്ന് സാറിൻ്റെ CBI അന്വേഷിച്ചല്ലോ. എനിക്കറിയാവുന്ന 2 കേസ് കേരളത്തിൽ CBI അന്വേഷിച്ച് പിന്നെ കൃത്യമായി പ്രതികളെ പിടിച്ചിട്ടുള്ളൂ. പക്ഷേ അത് നമ്മുടെ രാഷ്ട്രീയത്തിലോ പൊതുസമൂഹത്തിലോ ജീവിതത്തിലോ അല്ല, സിനിമയിലാണ്. അത് CBI ഡയറി കുറിപ്പും നേരറിയാൻ CBIയും. ഈ 2 കാര്യത്തിൽ മാത്രമേ CBI കേസ് തെളിയിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ CBI കേസ് തെളിയിച്ചത്? ഇനി CBI അല്ല, അതിനേക്കാൾ വലിയ ആളുകൾ വന്നാൽ ഞങ്ങൾക്ക് പേടിയുണ്ടോ? ഞങ്ങൾ അന്നും പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏത് അന്വേഷണ കമ്മീഷനെ വെച്ചാലും ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവരെ മന്ത്രിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പിടിച്ച് അകത്തിടുന്നു. ഇതെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാ, അല്ലാതെ അവര് പിന്നെ ഏതെങ്കിലും തരത്തിൽ ഉടായ്പ കാണിക്കുന്നുണ്ടല്ല. അതാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം. കൃത്യമായി ജോലി ചെയ്യുന്ന SIT പിടിച്ചകത്തിട്ട ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കാൻ മടിയെന്താണെന്ന ചോദ്യം ഇപ്പോഴും അത് പ്രസക്തമായി നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ബോധ്യപ്പെടുന്ന മറുപടിയല്ല എന്ന് പറഞ്ഞത്, ക്ഷമിക്കണം, നമ്മുടെ പരിമിതിയാകും. രാജുപിന്നാരി, ഈ പുതിയ സർക്കാർ ബ്രാൻഡിക്ക് പേര് നിർദ്ദേശിക്കാം എന്ന് ട്രോളായി കണ്ടത് അതിന് SIT എന്ന് പേരിടാന്നാ എന്ന് പറഞ്ഞാൽ അത് വീര്യമുള്ള അന്വേഷണം എന്നുള്ള നിലയ്ക്ക് ഒരു ട്രോളി കണ്ടതാ. അപ്പോൾ അതിന് വീര്യം നഷ്ടപ്പെട്ടിട്ടില്ലാന്നേ. ഒരു 3 ദേവസ്വം പ്രസിഡന്റ്, 2 ദേവസ്വം പ്രസിഡന്റ് അകത്ത് കിടക്കുന്നു, 1 ദേവസ്വം പ്രസിഡന്റ് ചോദ്യം ചെയ്തു. PS പ്രശാന്തിൻ്റെ പേര് ഈ പറയുന്ന കോടതിയടക്കം എടുത്തു പറഞ്ഞ കേട്ടോ. PS പ്രശാന്തിൻ്റെ ഇടപെടലൊക്കെ കോടതിയടക്കം പല ഒത്തുകളിൽ എടുത്തു പറഞ്ഞതാണ്. മുൻ ദേവസ്വം മന്ത്രി ചോദ്യം ചെയ്തു. അപ്പം അതുകൊണ്ട് വേണേ ബ്രാൻഡിക്ക് പേരിടാൻ തരത്തിൽ വീര്യമുള്ള SIT-യാ രാജു പി നായർ. ഞാനിലേക്ക് കിടക്കുന്നില്ല. എനിക്ക് ശ്രീ ഗോപനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മൾ രാഷ്ട്രീയവാദങ്ങൾ ജയിക്കാൻ വേണ്ടി വ്യക്തിപരമായ മാന്യത കൈവിടരുത്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള കേസുകൾ കുറ്റമല്ലാതെങ്കിൽ അത് കുറ്റമല്ലാതാവുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശബരിമലയെ സംബന്ധിച്ചുള്ള ഈ കേസ് കുറെ കൂടി വ്യാപ്തിയുള്ള. ഹാഷ്മി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട് വർഗീയതയ്ക്ക് ഇടം കൊടുക്കാതെ ഇന്നും പിടിച്ചു നിൽക്കുന്നത് കൊണ്ടല്ലേ ഇതൊരു വർഗീയ കലാപമായി മാറാത്തത്? മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലൊരു ഹിന്ദി ഹൃദയഭൂമിയിലുള്ള സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ഒരു കൊള്ള, അവർ ഏറ്റവും വൈകാരികമായി കാണുന്ന ഒരു ക്ഷേത്രത്തിൽ കൊള്ള നടന്നെങ്കിൽ കലാപമായി മാറില്ലായിരുന്നു. അപ്പം ഇത്തരം വലിയ കോടിക്കണക്കിന് ഒന്ന് ആലോചിച്ച് നോക്കും, 1000കണക്കിന് കിലോമീറ്ററുകൾ നടന്ന് വരുന്ന മനുഷ്യർ
അയ്യപ്പനാണ് ശരണം എന്ന് പറഞ്ഞു വിശ്വാസത്തിന്റെ പാരമ്യത്തിൽ നടന്നു വരുന്ന മനുഷ്യർ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ദ്വാരപാലക ശില്പമാണ്. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അവരോടുള്ള വിശ്വാസവഞ്ചനയല്ലേ നടത്തിയത്? അവിടെ ചെന്ന് കാണുമ്പോൾ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് ദ്വാരപാലക ശില്പം ഞാൻ പറഞ്ഞതാണോ, ഹാഷ്മി പറയുന്നതാണോ? കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞതല്ലേ ഈ സാധനം അവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി അതിന്റെ മോൾഡ് ഉണ്ടാക്കി അത് സ്വർണ്ണം ക്ലാഡുള്ള മാറ്റി സ്വർണം പൂശി അവിടെ കൊണ്ടേ വെച്ചു എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ കൊണ്ടേ വെച്ചു എന്ന് കോടതി പറഞ്ഞതല്ലേ? അതിന് ആ കേസിനുള്ള വ്യാപ്തി എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഇവർക്ക് ഏതോ മറ്റ് കേസുകളൊക്കെ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? പിന്നെ ഒന്ന് അദ്ദേഹം പറയുകയാണ് പത്മകുമാറിന്റെ ആരോപണത്തിൽ വ്യക്തതയുണ്ടോ? എന്താ ഇനി വ്യക്തത കുറവ്? എന്താ ഈ കേസിന്റെ അടിസ്ഥാനം? 2019 ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവ് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിൽ പോറ്റിയെ ആരാണ് കയറ്റിയത് എന്ന് ചോദിച്ചാൽ ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ വി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി എന്നുള്ളതാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളിയായിരുന്നത് ചെമ്പ് പാളിയാക്കി മാറ്റി എഴുതി അത് കൊടുത്തുവിട്ടു എന്നുള്ളതാണ്. ദേവസ്വം മാനുവല്, ഹൈക്കോടതിയുടെ വിധി എല്ലാം മറികടന്നുകൊണ്ട് ഇത് കൊടുത്തുവിട്ടു എന്നുള്ളതാണ്. അതല്ലേ ഈ കേസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം? ആ അടിസ്ഥാനപരമായ ഉത്തരവിൽ ക്രമക്കേട് നടത്തിയത് ആരാണ്? ആ മൊഴികൾ പുറത്തു വന്നല്ലോ. മുരാരി ബാബു ആരോ അതിനകത്ത് പിത്തള എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തപ്പോ ഇപ്പോ AKG സെന്ററിൽ സ്വർണത്തിനോട് അടുത്ത കളർ ചെയ്ത സ്വർണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് പാർട്ടി ക്ലാസ്സിൽ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കോ ഹാഷ്മിക്കോ സ്വർണത്തോട് അടുത്ത് നിൽക്കുന്ന കളർ പിത്തളയാണോ ചെമ്പാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. കാരണം നമ്മൾ സ്വർണം കക്കാനും സ്വർണത്തിന് വെള്ളം പൂശാനും പോയിട്ടില്ല. പക്ഷേ AKG സെന്ററിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ടാവാം പത്മകുമാറിന് തോന്നി പിത്തളയല്ല ചെമ്പാണ് നല്ലത്, ഇല്ലേ? ഇനി ആർക്കാണ് വ്യക്തത വരേണ്ടത്? ഇന്നും അയ്യപ്പൻ എന്നെ രക്ഷിക്കുമെന്ന് പറയുന്ന പത്മകുമാർ ആ ശബരിമലയോട് അടുത്തു നിന്ന സമയത്ത് നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെ അറിയാലോ അവിടെ 1999 വിജയ് മല്യ കൊടുത്തത് സ്വർണം പൊതിഞ്ഞ പാളികളാണ് എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രം അത് ചെമ്പാണോ എന്ന് സംശയം തോന്നിയാണോ? അല്ല, വളരെ കൃത്യമായിട്ട് ഗൂഢാലോചനയോട് നടത്തിയതാണ്. ഇനി ഹാഷ്മി ഒരു കാര്യം കൂടി മനസ്സിലാക്ക്. അയ്യപ്പൻ ഹരിവരാസനം ചൊല്ലി കിടന്നപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടാമ്പാരയെ കൊണ്ടുകൊണ്ടേ ഇളക്കിയതല്ല ഇതൊന്നും. ഈ ഉത്തരവിലൂടെ കൊണ്ടുവന്ന് ആ ഉത്തരവിന് ആധാരമായ മിനിറ്റ്സ് പോലും മുക്കി. ഹൈക്കോടതി പറഞ്ഞില്ലേ ആ മിനിറ്റ്സ് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞപ്പോൾ മിനിറ്റ്സ് ഇല്ലല്ലോ, മിനിറ്റ്സ് മുക്കി എന്നിട്ട് കടത്തിക്കൊണ്ടുപോയതാണ്. എന്നിട്ട് 39 ദിവസം ചെന്നൈയിലെ സെന്ററിലേക്ക് എത്തിയപ്പോൾ നമ്മളെല്ലാം ചോദിച്ചു ഈ 39 ദിവസം എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഹാഷ്മി, നമ്മളുടെ ബുദ്ധി നമ്മൾ പ്രയോഗിക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് കൊണ്ടുപോയത് MG റോഡിൽ വെച്ചുകൊണ്ട് അയ്യപ്പന്റെ ദ്വാരപാല ശില്പമുണ്ട്, എത്ര പേർക്ക് വേണം, പൈസ തരുമ്പോൾ പറഞ്ഞപ്പോൾ കച്ചവടം ചെയ്തതല്ല. മറിച്ച് സുധീഷ് കപൂറോ അദ്ദേഹത്തെ പോലെയുള്ള അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘത്തിന്റെ മാതൃകയിൽ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തി കച്ചവടം ഉറപ്പിച്ചതിന് ശേഷം പത്മകുമാറിലൂടെ കടകംപള്ളി സുരേന്ദ്രനിലൂടെ ഈ ഉത്തരവ് നയപരമായി ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കടത്തിക്കൊണ്ടുപോയതാണ്. അല്ലാതെ 30 ദിവസം കൊണ്ട് ഇളക്കിക്കൊണ്ടുപോയി വിറ്റതല്ല ഇതൊന്നും. അപ്പോൾ അത്തരത്തിൽ വലിയ വ്യാപ്തിയുള്ള കൊള്ള നടത്തിയതിൽ പത്മകുമാറിന്റെ പങ്ക് ഇന്ന് CPM മാത്രമേ ബോധ്യപ്പെടാത്തുള്ളൂ. ശ്രീ PK ഗോപനെ പോലുള്ളവർക്ക് മാത്രമേ ബോധ്യപ്പെടാത്തുള്ളൂ. സാധാരണക്കാരായ മനുഷ്യർക്ക് മുഴുവൻ അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ആ പാട്ട് അത്ര ഹിറ്റായി മാറിയത്. ഇല്ലേ? ഇനി നോക്കൂ, അല്ല ഇനി ഒരു കാര്യം നോക്കൂ. PS പ്രശാന്തിന്റെ മൊഴിയെടുത്തു, ഇല്ലേ? നമ്മൾ ചർച്ച ചെയ്യാതെ പോകരുത്. ഏറ്റവും കടകംപള്ളി സുരേന്ദ്രനെ പോലെ അതോടെ തന്നെ ഒരു പ്രാധാന്യമുള്ളതാ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്തിനകത്ത് മൊഴിയെടുക്കേണ്ടി വരിക? ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞതാണ് 2019 തട്ടിപ്പ് മറച്ചു വെക്കുന്നതിന് വേണ്ടി 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തി. അതിന് കുറെ കൂടി വ്യാപ്തിയുണ്ട്. 2022 ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചു കൊണ്ടുവന്നതിൽ തട്ടിപ്പുണ്ടായിരുന്നു, ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് മറച്ചു വെച്ചിട്ടുണ്ട്. അവിടുത്തെ പഴയ ദേവസ്വം കമ്മീഷണർ ഈ ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് കത്തെഴുതിയിട്ടുണ്ട്. അതിലെല്ലാം ഇയാൾക്ക് പങ്കുണ്ടെന്ന് കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന് മനസ്സിലാവുമ്പോൾ 2025 ഇയാളെ വീണ്ടും വരുത്തിയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇയാൾ കൊണ്ടുവന്നത് 2019 തട്ടിപ്പ് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ തട്ടിപ്പിന്റെ പങ്കാളികളായി എന്ന് മാറിയാൽ CPM ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറയാൻ പറ്റാത്തത്. ഉറപ്പായും അത് വീണ്ടും ആവർത്തിക്കാൻ നോക്കിയത് അത് കൊള്ള ആവർത്തിക്കാൻ നോക്കിയതാണ് എന്ന് തന്നെയാണ് കോടതി പറയാതെ പറഞ്ഞത്. ശരി, ശ്രീ JR പത്മകുമാർ, കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാൻ തന്നെ അങ്ങോട്ട് ചോദിച്ചായിരുന്നു CBI ഫുൾ പ്രൂഫായി തെളിയിച്ച ഒറ്റ കേസ് പറയാവുന്നു. അന്ന് അങ്ങ് മറുപടി പറഞ്ഞില്ല. PK ഗോപൻ അതേ ചോദ്യം ചോദിക്കുക. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സംസ്ഥാന നേതാവ് നമ്മുടെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ആംബുലൻസിൽ
ഒരു സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഏത് കേസാണെന്ന് അദ്ദേഹം ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ CBIയെ കുറിച്ചല്ലല്ലോ നമ്മുടെ അത് ഏത് കേസാണെന്ന് അദ്ദേഹം മനസ്സിലാവും. പിന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള കേസുകളും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഹോസ്പിറ്റലായതും ജയിലിൽ കിടന്നതും ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇവർക്ക് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ അയ്യപ്പൻ്റെ കട്ടളയും വാതലും ദ്വാരപാലക ശില്പവും എല്ലാം അടിച്ചു കൊണ്ടുപോയതിനെ സംബന്ധിച്ചിട്ടുള്ള കേസ് അത് ഉൾപ്പെട്ട ആളുകളാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി, ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികൾക്ക് മനസ്സിലായി. CPMന് മനസ്സിലാവില്ല. അതാണിപ്പോൾ ഗോപൻ പറയുന്നത്. എന്താണ് അടിസ്ഥാനപരമായ രേഖ, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി കൂടി ആക്ട് ചെയ്യുന്ന സംസ്ഥാനത്തെ അദ്ദേഹത്താൽ നിയമിതനായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തെ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഒരു സുപ്രധാന പദവി വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ഏകദേശം 30-35 വർഷത്തോളം ഈ പദവിയിലിരിക്കെ മുൻ MLAയും അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡ് ആപ്ലിക്കേഷൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ റിമാൻഡ് ആപ്ലിക്കേഷൻ വായിച്ചു നോക്കാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്താണെന്ന് CPMന് മാത്രം മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? നമുക്കറിയാം CPMന് ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളൊക്കെ അന്നേ മനസ്സിലാവും. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണം. അതെല്ലാം റിമാൻഡ് ആപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ നിലവിൽ ആത്യന്തികമായി അടിത്തറ FIR ഉണ്ട്. റിമാൻഡ് ആപ്ലിക്കേഷൻ എല്ലാ കേസിലും ഉണ്ടാവുന്നതാണല്ലോ. ആത്യന്തികമായി സാങ്കേതികമായി ശരിയാണ് എന്ന് പറഞ്ഞാൽ ഫുൾ പ്രൂഫായി ഒരാൾ കുറ്റവാളി എന്ന് പറയുന്നത് ആരാ പറയണ്ടേ? കോടതിയാ പറയണ്ടേ? ഹാഷ്മി റിമാൻഡ് ആപ്ലിക്കേഷൻ രണ്ടുപേരും പ്രേമലേഖനം എഴുതും പോലെ അല്ല. അതേ കോടതി അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ കിട്ടിയ തെളിവുകളുടെയും അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ ശേഖരിച്ച മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ്. അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞു ഒരു ഊഹവും ഉദ്ദേശവും വച്ചിട്ടല്ല. ആ റിമാൻഡ് ആപ്ലിക്കേഷനിൽ എന്തുകൊണ്ട് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യണം, ഞങ്ങൾക്ക് പിന്നീട് കസ്റ്റഡി പെറ്റീഷൻ ഇടുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ അവർക്ക് കിട്ടിയ കാര്യവും ഇനി തെളിയിക്കേണ്ട കാര്യവും കൂടി പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് ആ നിലപാടിനോടാണ് ഞങ്ങൾക്ക്. ഇവിടെ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച എന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ കോടതി പറയുന്നത്. പോറ്റി അതിലൂട്ട് സഹായിക്കാൻ ദേവസ്വം മാനുവൽ തിരുത്തൽ പത്മകുമാറിനും വിജയകുമാറിനും ശങ്കരദാസിനും പങ്കുണ്ട്. മിനിറ്റ്സിലെ തിരുത്തൽ പത്മകുമാർ തിരുത്തി ബാക്കി രണ്ടുപേരെ അറിയിച്ചു. മൂവരും അറിഞ്ഞുകൊണ്ട് പാളികൾ പോറ്റി കൊടുത്തുവിട്ടു. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ച് ഇരുവരും പത്മകുമാറിന് കൂട്ടുനിന്നു. മാനുവലിലെ തിരുത്തെന്തിനാ ഈ പറഞ്ഞ പോറ്റിക്ക് മൊത്തം അടിച്ചുകൊണ്ട് പോകാൻ? ഇത്രയൊക്കെ പോരെ? നിങ്ങൾക്ക് ഇപ്പോൾ ഈ പത്മകുമാർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ തീവ്രത കൂടുതൽ എന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഈ പോറ്റി ഈ പറയുന്ന ദ്വാരപാളികളും കട്ടളപ്പാളികളും ഒക്കെ ഇളക്കിയെടുത്തത് പത്മകുമാർ നേരിട്ട് നിന്നാണ് എന്ന് കണ്ടെത്തണോ? അല്ല, നിങ്ങളൊരു ചാർജ് ഷീറ്റ് എഴുതി പ്രഖ്യാപിച്ചാൽ കാര്യം നടക്കില്ലല്ലോ. ഗവൺമെൻറ് SITയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തത വരട്ടെ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. ഇവരൊക്കെ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ എന്താണെന്നുള്ളത് SITയുടെ FIRഉം അവരുടെ റിമാൻഡ് റിപ്പോർട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ പേരിൽ മാത്രമല്ല, ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ നടപടിയൊന്നുമല്ല. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇതിനകത്ത് വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ തുടർ നടപടികൾ വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങ് ശ്രദ്ധിക്കാതെ പോയൊരു അപകടം എന്താണെന്നറിയാമോ? ശ്രീ രാജു P. നായരുടെ ചർച്ചയ്ക്കകത്ത് പറഞ്ഞു, മറ്റൊരു സ്ഥലമായിരുന്നെങ്കിൽ ഇവിടെ നാട്ടിൽ വർഗീയലഹള ഉണ്ടാകുമായിരുന്നു. നിങ്ങളൊക്കെ അത് കണ്ടില്ല എന്നടിക്കുകയാണ്. ഇവരുടെ ഒരു ടാർഗറ്റായിരുന്നു അത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇറക്കി വിട്ടപ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇറക്കി വിട്ടത് കനകോലുമാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇറക്കി വിട്ടത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ടാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധം ഹൈക്കമാൻഡുമായിട്ടാണല്ലോ, ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടല്ലോ അദ്ദേഹത്തിന് ബന്ധം. പോറ്റിയെ കയറ്റിയ പാട്ടിൻ്റെ പല്ലവി നല്ലതാ. ഞാൻ പറയട്ടെ, പല്ലവി നല്ലതാ. പക്ഷേ അനുപല്ലവിക്കകത്ത് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അത് പോറ്റിയെ കയറ്റിയത് സഖാക്കളാണെന്നല്ല തിരുത്തേണ്ടി വരുന്നത്, പോറ്റിയെ കയറ്റിയത് ഹൈക്കമാൻഡാണപ്പാന്ന് തിരുത്തേണ്ടി വരും. പാട്ടൊക്കെ നമുക്കിഷ്ടം, അതൊരു പാട്ടിൻ്റെ പാരഡിയുടെ നിലവാരം പോലും ഇല്ല. അതൊരു പാട്ടല്ല, അത് മുദ്രാവാക്യമാണ്, താളാത്മകമായി പാടിയ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഇവർ ആഗ്രഹിച്ചത് കേരളത്തിൽ വർഗീയ ലഹള നടക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം. അദ്ദേഹം പറയാതെ പറഞ്ഞത്, വരികൾക്കിടയിലൂടെ പറഞ്ഞത് കേരളത്തിൽ വർഗീയ ലഹളയാണ് അവരിതിലൂടെ ഉദ്ദേശിച്ചതെന്നുള്ളതാണ്. നിങ്ങളിത് ഗൗരവമായിട്ട് കാണണം. 9.5 വർഷക്കാലമായി കേരളത്തിൽ വർഗീയ ലഹള നടന്നിട്ടില്ല. UDF ഭരിച്ച എല്ലാ ഗവൺമെൻറ് കാലത്തും, അത് ശ്രീ K. കരുണാകരൻ ആയിക്കോട്ടെ, ശ്രീ ആൻ്റണി ആയിക്കോട്ടെ, ശ്രീ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അവരുടെ എല്ലാ കാലത്തും കേരളത്തിൽ വർഗീയ ലഹള നടന്നു.
കാരണം സാമുദായിക കക്ഷികളെയും വർഗീയ കക്ഷികളെയും തരാതരം പോലെയുള്ള സേവനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇടപെടാൻ പറ്റാതെ വന്നു. നേരെ മറിച്ച് കഴിഞ്ഞ 9.5 വർഷമായിട്ട് കേരളത്തിൽ വർഗീയതകളില്ല. ആ വർഗീയതകളെ ശബരിമലയെ ബന്ധപ്പെടുത്തി ഇവർ നടത്താൻ പരിശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ KPCC നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അപ്പോൾ പോറ്റി ഇതിൻ്റെ ഏറ്റവും സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധം എന്നുള്ളത് വെളിവാക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമാണ് എന്ന് പാട്ടുപാടി നടക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പാടി നടക്കുമ്പോൾ കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു പടമുണ്ട്. സോണിയാഗാന്ധിക്ക് സമ്മാനം കൊടുക്കുന്നതും സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുക്കുന്നതും പറഞ്ഞിട്ടില്ല. ഇത് വളരെ മറുപടി എന്ന് പറഞ്ഞാൽ ഈ ശബരിമലയുടെ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാനായിരുന്നു UDFന്റെ ഗൂഢ പ്ലാൻ. അല്ല, അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വന്നതാ, ഞാൻ ആക്ഷേപിച്ചതല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു സ്റ്റേറ്റിലായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ ആഷ്മി, സത്യം എന്താ? ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മുന്നിൽ നിന്നത് CPM ഭരണ നേതൃത്വമാണ്. മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാർ മേഖലയെ മുഴുവൻ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷത്തെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒന്നാമത്തെ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ മുനമ്പത്ത് അവരുടെ കിടപ്പാടവുമായി ബന്ധപ്പെട്ട സമരമുണ്ടായപ്പോൾ അവിടെ BJPക്ക് വർഗീയത ഉണ്ടാക്കാനുള്ള എല്ലാ ഇടവും ഉണ്ടാക്കിക്കൊണ്ട് ക്രിസ്ത്യരും മുസ്ലിങ്ങളും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി പ്രയത്നം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു സംശയവും വേണ്ട. ഇപ്പോ ഇത്തരത്തിലൊരു കൊള്ളയിലൂടെ നടക്കുന്നത് അല്ലല്ല, ഞാൻ പറയട്ടെ, ആ കൊള്ള നടന്നത് മറ്റൊരു സംസ്ഥാനമാണെങ്കിൽ അത് വർഗീയതയിലേക്കും കലാപത്തിലേക്കും മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ആവർത്തിക്കുകയാണ്. ഇവരുടെ ലക്ഷ്യവും അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു കലാപം ഉണ്ടായാൽ അതിന്റെ മറവിൽ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നതല്ല കേരളം. ഇവരുടെ തിട്ടൂരത്തിനൊപ്പം നിൽക്കുന്നതല്ല കേരളം. കേരളത്തിലെ ജനങ്ങൾ മതേതരവാദികളും സമാധാനകാംക്ഷികളുമാണ്. പിണറായി വിജയൻ ഞാൻ പറഞ്ഞു ഇപ്പോ ആ പാടിപ്പാട്ടിന്റെ പേരിൽ പ്ലീസ് വികാരങ്ങളെ വ്രണപ്പെടൂ എന്ന് പലരും പറഞ്ഞിട്ടും ഒന്നും പൊട്ടാത്ത വികാരങ്ങളെ ഇവിടെ പറയൂ. 30 സെക്കൻഡ് എനിക്ക് പറഞ്ഞു നിർത്തേ പറ്റുള്ളൂ. 30 സെക്കൻഡ് പറഞ്ഞു നിർത്തേ പറ്റുള്ളൂ. മുനമ്പത്ത് ആ പാവപ്പെട്ട മനുഷ്യരുടെ വീട് നിഷേധിച്ചുകൊണ്ട് കലാപം ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഒരു മുസ്ലിം പോലും ആ സമരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എതിരൊരു മുദ്രാവാക്യം വിളിച്ചില്ല. പിണറായി വിജയൻ നിരാശരാവുന്ന അവിടെയാണ്. ഈ നാട്ടിൽ BJP കലാപമുണ്ടാക്കാൻ ഒരു കലാപകാരിയായ മുഖ്യമന്ത്രി മറച്ചുവെക്കാനുള്ള രാഷ്ട്രീയം വർക്കൗട്ട് ആവാത്തതിൽ നിരാശനായ ഒരു മുഖ്യമന്ത്രിയാണ്. ക്രിമിനൽ ബുദ്ധിയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സുഭാഷ് ബാബു, ശരി ഓക്കെ. സുഭാഷ് ബാബു, ഇവിടെ 5-ാം തീയതി വീണ്ടും ഈ കേസ് കോടതി എടുക്കുകയാണ്. അന്ന് കോടതി ചില കാര്യങ്ങൾ ഉറപ്പായും നിരീക്ഷിക്കും എന്ന് തന്നെയാണ് കരുതൽ. അത് നിർണായകമാകും. അതിനുശേഷം അതിന്റെ പിന്നാലെ വരും ഇതിന്റെ അന്തിമ റിപ്പോർട്ട്. ശ്രീ സുഭാഷ് ബാബു. അല്ല, അതിലൊരു അപകടകരമായ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ നാളെ കഴിഞ്ഞ് 1-ാം തീയതിക്ക് ശേഷം പലർക്കും ഇതിന് സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള സമയമായി. ഇവരെയൊക്കെ 1-11, 5-11, 6-11, 11-11 അറസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. ഇവരൊക്കെ നിരനിരയായിട്ട് ഇപ്പം സ്വാഭാവികമായിട്ട് 10 വർഷം വരെ മാത്രം ശിക്ഷയുള്ളതിന് 60 ദിവസം റിമാൻഡ് കിടന്ന് അവർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ജാമ്യം കൊടുത്തോണം. ഹൈക്കോടതിക്ക് പോകുമ്പോൾ തടയാൻ പറ്റില്ല. അപ്പോഴാണ് ഈ പ്രതിസന്ധി കൂടുതൽ വരാൻ പോകുന്നത്. അതാരും ശ്രദ്ധിക്കുന്നില്ല. അതായത് 2 ദിവസം കഴിഞ്ഞ് 1-11 ശേഷം 1-11 സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് 1-11, 5-11 മുരാരി ബാബുവിനെ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 10-ാം മാസം അറസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു അറസ്റ്റ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് ബാധകമല്ല. ബാക്കിയുള്ള ആളുകൾ വഴിക്ക് വയ്ക്ക് 20-11 വരെയുള്ള അറസ്റ്റുകളുണ്ട്. അവരൊക്കെ അടുത്ത മാസം, അതായത് ജനുവരി മാസത്തിലേക്ക് പുറത്തേക്ക് വരും സ്വാഭാവികമായിട്ട്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള അപകടകരമായ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ SIT ഇത്രയും ലാഗിങ്, അതായത് മെല്ലെപ്പോക്ക് എന്തിന് നടത്തി എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
അതായത് കരുതിക്കൂട്ടി ഇത്ര ഈ 60 ദിവസം കിടന്നാൽ ഇവർക്ക് സ്വാഭാവികമായിട്ട് പുറത്തു പോകാം. മറ്റേ വാസു മറ്റവരൊക്കെ പോകുന്നതിന് വാസുവിന് കുറച്ചുകൂടെ മറ്റേ കേസുകളിലുള്ളവർ ചിലപ്പം ഫെബ്രുവരി ആയി എന്ന് വരും. ബാക്കിയുള്ളവരൊക്കെ ഈ മാസം തന്നെ അടുത്ത ജനുവരി തന്നെ പുറത്തേക്ക് പോകും. ഇപ്പം പിന്നെന്ത് ചെയ്യും? ചർച്ച ചെയ്യാൻ ചാനലുകാർക്ക് വഴിയില്ലാതാവും, രാഷ്ട്രീയക്കാർക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് ഇതാരും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തിലെ ഈ അറസ്റ്റ് ഇത്രയും വൈകിപ്പിക്കുന്നതും ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം 5-ാം തീയതി കോടതി ചെല്ലുമ്പോൾ കോടതി എന്താ പറയുന്നത് നമുക്ക് ആർക്കും ആഹിക്കാൻ വയ്യ. കോടതി വളരെ ഗൗരവമായിട്ട് ഇത് കാണും. ഇത് തീർച്ചയായിട്ടും കോടതിയുടെ ശ്രദ്ധയപ്പെടും. കാരണം 5-ാം തീയതി അവിടെ ചെല്ലുന്നതിന് മുമ്പ് ചിലപ്പം ഈ ആദ്യം 1-ാം തീയതി 1-11 അറസ്റ്റ് ചെയ്ത ആളുകൾ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. കൊടുത്ത് അപ്പം തന്നെ കോടതിക്ക് കൊടുത്തേ പറ്റൂ. ഒരു തടസ്സവാദവും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഗൗരവതരമായ അവസ്ഥയിലേക്ക് ഈ SIT ഇതേമാതിരി മെല്ലപ്പോക്കോട് എത്തിച്ചു. അത് കോടതിയെ പോലും പ്രതിസന്ധിയിലാക്കും. അന്വേഷണ സംഘം അതിനേക്കാൾ പ്രതിസന്ധിയിലാവും. ഈ കേസ് ആകെ ഒരു ശശപ്രദയായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. പക്ഷേ അതുമാത്രമല്ല നമ്മുടെ ഇതിനൊക്കെ അപ്പുറം നമ്മുടെ കേരളത്തിലെ കോടാനുകോടി വിശ്വാസികളുടെ അല്ലെങ്കിൽ മതേതര വിശ്വാസികളുടെ ഒക്കെ സമയം കഴിഞ്ഞ് ക്ഷമിക്കണം എന്നോട്. എന്തായാലും അതാണ് വസ്തുത. നമ്മൾ ഈ പറഞ്ഞ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ അപ്പുറം കോടാനുകോടി വിശ്വാസികളുടെ അഭയകേന്ദ്രമായ ഹൃദയകേന്ദ്രമായ ശബരിമലയിലെ അടിച്ചുകൊണ്ടുപോയ സാധനം എവിടാന്ന് ഇപ്പോഴും കണ്ടെത്താൻ പറ്റുന്നില്ല. തൊണ്ട് മുതൽ എവിടാന്നുള്ള കാര്യം ഈ പറയുന്ന മാസങ്ങൾക്കിപ്പുറവും കേരളത്തിനും രാജ്യത്തിനും അജ്ഞാതമായി നിൽക്കുന്നു എന്ന് പറയുന്നത് ഭീകരമാണ്. അതിനൊരു മറുപടി എപ്പോൾ കിട്ടുമെന്ന് ദൈവത്തിനറിയാം. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.